Hello everybody, welcome back to Spanish with Lali. I hope everybody is doing well. അപ്പോൾ സമയം കളയാതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് പഠിപ്പിക്കുവാൻ പോകുന്നത് ഹൗ ആർ യു. എങ്ങനെയാണ് ഹൗ ആർ യു നമ്മൾ ഡിഫറെൻറ്റ് വേയിൽ ആസ്ക് ചെയ്യണത്. അപ്പോൾ അതിന് കൊടുക്കുന്ന ആൻസർ കുറച്ചുകൂടെ ഞാൻ മോർ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഒരു ക്ലാസ്സാണ്. ഇതിനു മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹൗ ആർ യു എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്. ഇത് കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ സാധാരണയായിട്ട് അവർ ഹലോ ഹൗ ആർ യു ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇനി സ്പാനിഷ് ഓലാ കൊമോ എസ്താസ്, ഓലാ കൊമോ എസ്താ അങ്ങനെ. അപ്പോൾ ഓലാ ഹലോ കൊമോ എസ്താസ് അല്ലെങ്കിൽ കൊമോ എസ്താ ഉസ്തേഡ് ഫോർമൽ വേയിൽ. സാധാരണഗതിയിൽ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ കൊമോ എസ്താസ് എന്ന് നമ്മൾ പറയാറില്ല. അതൊരു ഇൻഫോർമൽ വെയിലായതുകൊണ്ട് ഫസ്റ്റ് ടൈം ആരെ നമ്മൾ കണ്ടാലും അല്ലെങ്കിൽ നമ്മുടെ മാനേജർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് അങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം കൊമോ എസ്താ ഉസ്തേഡ്. അപ്പോൾ ആദ്യം ഓലാ കൊമോ എസ്താസ്, ഹൗ ആർ യു അല്ലെങ്കിൽ ഹൗ ഡു യു ഡു. അപ്പം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കൊമോ എസ്താസ്. നോർമലി നമ്മൾ എന്നും കാണുന്നവരോടൊക്കെ കൊമോ എസ്താസ് എന്ന് ചോദിക്കുന്നത് വളരെ നല്ലൊരു രീതിയിലാണ്. അവിടെ ഒരു ഇൻഫോർമൽ ആയിട്ടൊന്നും അങ്ങനെ തോന്നാറില്ല, പക്ഷെ അതൊരു ഇൻഫോർമൽ വേ ആണ്. കൊമോ നമ്മൾ സ്പാനിഷിൽ ക്വസ്റ്റ്യൻ മാർക്ക് രണ്ട് സ്ഥലങ്ങളിൽ കൊടുക്കാറുണ്ട്. ഇവിടെയും കൊടുക്കുന്നുണ്ട്, ഇവിടെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊമോ എപ്പോഴും ശ്രദ്ധിക്കണം. എഴുതുമ്പോൾ ഓയുടെ മുകളിൽ ഒരു ആക്സെൻറ്റ് മാർക്കുണ്ട്. അപ്പോൾ ആ കൊമോ എന്ന് ഇച്ചിരി സ്ട്രെസ് ചെയ്ത് ആ ഓയ്ക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് സി കഴിഞ്ഞിട്ടൊരു ആക്സെൻറ്റ് മാർക്ക് കൊടുക്കുന്നത്. കൊമോ എസ്താസ് അവിടെ ശ്രദ്ധിക്കേണ്ട എയുടെ മുകളിൽ ഒരു ആക്സെൻറ്റ് മാർക്ക് കൊടുക്കണം. എന്നിട്ടൊരു യെസ്സും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് ഹൗ ആർ യു എന്ന് ഒരു ഇൻഫോർമൽ വേ ചോദിക്കുന്നുണ്ട്. ഈ എസ്താസ് വന്നിരിക്കുന്നത് എസ്താ എന്ന ഒരു കാണാവുന്നറിയില്ല, എസ്താ എന്ന് പറഞ്ഞാൽ ടു ബി എന്നാണ്. എസ്താ എന്ന വെർബിൽ നിന്ന് വന്നിരിക്കുന്നതാണ് എസ്താസ്. എസ്താർ എന്ന വെർബ് ഒരു ഇൻഫിനിറ്റീവ് വെർബാണ്, അല്ലെങ്കിൽ അതിന് ബേസിക് വെർബ് എന്ന് പറയും. ARൽ എൻഡ് ചെയ്യുന്ന ഒരു ഇൻഫിനിറ്റീവ് വെർബാണ്. എല്ലാ വെർബും എൻഡ് ചെയ്യുന്നത് ഒന്നിൽ AR അല്ലെ ER അല്ലെ IR. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്നാണ് ബാക്കിയുള്ള കണക്ഷൻ നമ്മൾക്ക് കിട്ടുന്നത്. കൊമോ എസ്താസ്, ഹൗ ആർ യു. ഈ അത് തന്നെ നമ്മളത് ഫോർമലി ചോദിക്കുമ്പോൾ കൊമോ എസ്താസ് തു എന്ന് നമുക്ക് ചോദിക്കാം. തു എന്ന് പറഞ്ഞാൽ ഇൻഫോർമലി യു ആണ്. സാധാരണഗതിയിൽ ആരും കൊമോ എസ്താസ് കഴിഞ്ഞ് തു പറയാറില്ല. കാരണം എസ്താസ് എന്ന് പറഞ്ഞാൽ തന്നെ തു അവിടെ ഓട്ടോമാറ്റിക്കലി ഹൈഡ് ചെയ്ത് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് കൊമോ എസ്താസ് എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തുന്നത്. ഇനി കൊമോ എസ്താസ് തു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് കൊമോ എസ്താ ഉസ്തേഡ്. ഇവിടെ കണ്ടോ, എല്ലാ ഓയുടെ മുകളിലും ആസ്ക് നോക്കണ എസ്താ ഉണ്ട്. എസ്താസ് അല്ല, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. യെസ് മാറിയിട്ട് എസ്തായിലങ്ങ് നിൽക്കുക. കൊമോ എസ്താ എന്ന് മാത്രം നമ്മൾ ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഹൗ ആർ യു ഫോർമൽ. ഇനി അവിടെ നിങ്ങൾക്ക് ഉസ്തേഡ് ചേർക്കാം. എന്താണ് കൊമോ എസ്താ എന്താണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് പിന്നീട് വരാം. ഓക്കെ, നമുക്ക് ഈ ഒരു എങ്ങനെയാണ് ഹൗ ആർ യു ഡിഫറെൻറ്റ് വേ ചോദിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വി ക്യാൻ ജമ്പ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ കൊമോ എസ്താ ഉസ്തേഡ് അല്ലെങ്കിൽ കൊമോ എസ്താ കൊണ്ട് നിങ്ങൾക്ക് നിർത്താം. എസ്താ എന്ന് പറഞ്ഞാൽ ഈ എസ്താ 3-4 പേർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എസ്താ കഴിഞ്ഞിട്ട് ആരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ള അവിടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടും. കാരണം എസ്താ നമ്മൾ പറയാറില്ല എസ്താ ബിയാൻ
ഇറ്റ് ഈസ് ഗുഡ്. BN ഇറ്റ് ഈസ് ഗുഡ്. അപ്പം ഇറ്റ് എന്നുള്ളൊരു മീനിങ് ഈ എസ്തായ്ക്ക് വരുന്നുണ്ട്. പിന്നെ ഹി ഈസ് ഗുഡ് എന്ന് പറയുന്നിടത്തും നമ്മൾ എസ്ത യൂസ് ചെയ്യണം. ഹി ഈസ് ഗുഡ്. എസ്ത BN എന്ന് പറഞ്ഞാൽ ഹി ഈസ് ഗുഡ്, ഷീ ഈസ് ഗുഡ്. അപ്പോൾ ഹീക്ക് എസ്ത യൂസ് ചെയ്യുന്നുണ്ട്, ഷീക്ക് എസ്ത യൂസ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് ഗുഡ് എസ്ത യൂസ് ചെയ്യുന്നുണ്ട്, യു ഫോർമൽ ഉസ്തേഡ് എസ്ത യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? എസ്ത എന്ന ഒറ്റ വേർഡിൻ്റെ അർത്ഥം ഹി ഈസ്, ഷീ ഈസ്, യു ആർ, ഇറ്റ് ഈസ്. ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യണം. ഒറ്റ വെർബാണ് എസ്താറിൽ നിന്നുള്ള എസ്ത. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രത്യേകിച്ച് ഉസ്തേഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് നമ്മൾ ബാ അല്ലെങ്കിൽ കൊമോ ലേ ബാ, ഇതൊരു കൊളോക്കിയൽ ഇൻഫോമലാണ്. സാധാരണ നമ്മുടെ വെരി ഗുഡ് ഫ്രണ്ട്സിനോടും എന്നും കാണുന്നവരോടൊക്കെ ചോദിക്കണം, ഹേയ് കൊമോത്തെ ബാ. ഈ ബാ എന്ന് പറഞ്ഞാൽ ഈ എന്ന ഇൻഫിനിറ്റീവ് വെർബിൽ നിന്നാണ് ബാ വന്നിരിക്കുന്നത്. ഈ എന്ന് പറഞ്ഞാൽ ടു ഗോ എന്നാണ്. അത് ഒരു ഇറഗുലർ വെർബാണ്. അതിൻ്റെ മാറ്റങ്ങൾ ഓരോ സബ്ജക്റ്റ് പ്രൊനൗണുമായിട്ട് വരുമ്പോഴാണ് മാറ്റങ്ങൾ മെമ്മറൈസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ബാ എന്ന് പറഞ്ഞാൽ VA ആണ്, നമ്മൾ യൂസ് ബാ ആണ്. ഇറ്റ് ഈസ്, ഹി ഈസ്, ഷീ ഈസ്, ഷീ ഈസ് ഗോയിങ്, ഇറ്റ് ഈസ് ഗോയിങ്, ഹീ ഈസ് ഗോയിങ്, അങ്ങനെയാണ് ഈ ബാ. അത് ഈ ബാ 4 പേരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇറ്റ്, ഷീ, ഹി, യു ഫോർമൽ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കൊമോത്തേബ, ഹൗ ഇറ്റ് ഗോയിങ് ഫോർ യു. ചിലപ്പോൾ ചോദിക്കും കൊമോത്തേബ ലാ വിത. ലാ വിത എന്ന് പറഞ്ഞാൽ ദ ലൈഫ് എന്നാണ്. ഹൗ ഈസ് യുവർ ലൈഫ് ഗോയിങ്. ഇവിടെ ഗോയിങ് എന്ന് വന്നിരിക്കുന്നത് ഇയർ ടു ഗോ ആണ്. അതുകൊണ്ടാണ് ഈ ബാ വന്നിരിക്കുന്നത്. ഗോയിങ് എന്നുള്ള അർത്ഥമാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് കൊമോത്തേബ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫോർമൽ ചോദിക്കുന്നത്. നമുക്കത് ഫോർമലായിട്ട് ചോദിക്കണം. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾ എനിക്കിത് ഫോർമൽ ചോദിക്കണം, ഞാൻ തേ മാറ്റിയിട്ട് ലേ ആക്കും. കൊമോ ലേബ. ഈ തേയും ലേ എന്നൊക്കെ പറയുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രോനൗൺ ആണ്. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, തേ എന്ന് പറഞ്ഞാൽ യു ഇൻഫോർമൽ, ലേ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഹീക്കും ഷീക്കും ഇറ്റും യു ഫോർമൽ എല്ലാം യൂസ് ചെയ്യുന്നതല്ലേ. പിന്നെ ലെസ് ഉണ്ട്, യു ആൾ ആർ. ഇതെല്ലാം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രോനൗൺ ആണ്. അപ്പം നമ്മൾ അതാണ് ഇവിടെ ഉപയോഗിച്ചങ്ങനെ. കൊമോത്തേബ, കൊമോ ലേബ, ഹൗ ഇറ്റ് ഗോയിങ് ഫോർ യു എന്ന് തേ ഇട്ട് കഴിഞ്ഞാൽ അത് ഇൻഫോർമലും, ലേ ഇട്ട് കഴിഞ്ഞാൽ അത് ഫോർമലായിട്ടും. എൻ്റെ അർത്ഥം ഹൗ ഇറ്റ് ഗോയിങ് ഫോർ യു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാവോ. അടുത്തത് വാട്സാപ്പ്. വളരെ ഇൻഫോർമലാണ്. ഹേ വാട്സാപ്പ്. അതുപോലെ കെത്താൽ, സെൻഡിങ്, വാട്സാപ്പ്, വാട്ട്സ് ഗോയിങ് ഓൺ. കെ പാസ, വാട്ട്സ് ഗോയിങ് ഓൺ. പസാർ, അതിൻ്റെ ഇതാണ് പാസ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ കൊമോ ആസ് എസ്താദ, ഹൗ ഹാവ് യു ബീൻ. കുറേ നാൾ നമ്മൾ ഒരാളെ കാണാതിരിക്കുകയാണ്, നമുക്കത് യൂസ് ചെയ്യാം. പെർഫെക്റ്റ് ടെൻസ് ആണ്. എസ്താദോ എസ്താറിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. കൊമോ ആസ് എസ്താദോ, ഹാസ് പറയല്ല, ആ ഏച്ച് പറയത്തില്ല, ആസ് എസ്താദോ. അതുപോലെ അത് നമുക്ക് അത് ഫോർമൽ ചോദിക്കണമെങ്കിൽ ആ എസ്താദോ എന്ന് പറയും. ആ എച്ച് രണ്ടും ടു യു ആണ്. ആസ് ഇൻഫോർമൽ യു, ആ ഫോർമൽ യു. അപ്പം ഈ എസ്താദോ മാറത്തില്ല. പക്ഷെ അതിന് പിന്നിലുള്ള ഈ ആബേർ എന്നുള്ള വെർബ് മാറുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് ടെൻസായിട്ട് വരുന്നത്. ജസ്റ്റ് കഴിഞ്ഞതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് ഹൗ ഹാവ് യു ബീൻ. ഇനി ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, അതാണ് നമുക്ക് അടുത്തത്. അപ്പോൾ സാധാരണ നമ്മളോട് കൊമോസ്താസ് നമ്മൾ പറയണ എസ്റ്റോയ് ബിയൻ ഗ്രാസിയാസ് ഇത്തു ഒരൊറ്റ വിടലാണ്. ഞാൻ വളരെ ഫാസ്റ്റാണ് പറഞ്ഞത്. നിങ്ങളോട് മനസ്സിലാക്കുന്ന ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി സ്ലോ ചെയ്താണ് സംസാരിക്കുന്നത്. പക്ഷേ ഒരാളിനോട് ഹൗ ആർ യു സ്പാനിഷ് ചോദിച്ചാൽ എസ്റ്റോയ് ബിയൻ ഗ്രാസിയാസ് ഇത്തു നമ്മൾ, അതായത് എസ്റ്റോയ് ഞാൻ, ഐ ആം. എസ്റ്റോയ് എന്നൊറ്റ വേർഡ് ഐ ആം. ടെമ്പററി ഐ ആം ആണ്. സ്പാനിഷ് 2 ഐ ആം ഉണ്ട്, സോയും എസ്തോയ്. ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എസ്തോയ്, കാരണം ഞാൻ ടെമ്പററി ആയിട്ടാണ് ഞാൻ ഗുഡ്, നാളെ ഞാൻ ഗുഡാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ എസ്തോയ് എന്ന ഐ ആം യൂസ് ചെയ്തത്. എസ്തോയ് ബിയൻ ഗുഡ്, ഗ്രാസിയാസ് താങ്ക് യു, ഇത്തു ആൻഡ് ഹൗ അബൌട്ട് യു. ഇത്തു അത്ര മതി. ഈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വയ്യ. അതിൻ്റെ അർത്ഥം ആൻഡ്.
tu, ഇൻഫോർമൽ യു. ഇനി ഫോർമലി പറയണമെങ്കിൽ estoy bien gracias y usted and you. estoy bien a ti എന്നും ചോദിക്കാം. അത്തി എന്ന് പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നമ്മൾ എ ആയിട്ട് എഴുതുന്നത്, എ ആണ്. സ്പാനിഷ് അത് ആ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഒരുപാട് അർത്ഥം ഉണ്ടാക്കി. ഇവിടെ നമുക്ക് ടു ആണ്, TO, ടു യു. ഞാൻ ഗുഡാണ്, ഹൗ അബൌട്ട് യു എന്നാണ് ചോദ്യം. അതുപോലെ estoy bien a usted. ഫോർമലാണെങ്കിൽ a usted മനസ്സിലാവുന്നല്ലോ നിങ്ങൾക്ക് പറയുന്നത്. estoy bien, I'm good, gracias, thank you, y tú and you. estoy bien, gracias, y usted, I'm good, thank you, and you. അല്ലെങ്കിൽ estoy bien a ti, estoy bien, gracias a ti, estoy bien, gracias a usted. ഇനി അടുത്തത് todo va bien എന്നും പറയാം. todo va bien. todo everything. ba നമ്മളിവിടെ ba പറഞ്ഞായിരുന്നല്ലോ, ഈറിൽ നിന്നുള്ള ba. everything is going well. bien. ba is going. it is going. ബാക്കി it എന്നുണ്ട് അർത്ഥം, it വരുന്നുണ്ട്. he, she, usted. അതെല്ലാം നമ്മൾ ba യൂസ് ചെയ്യുന്നത്. അപ്പോൾ todo va bien. അല്ലേ പറയാം so far so good. bien hasta ahora. bien good hasta till ahora, now, till now. till now good ആണ് പറയുമ്പോൾ so far so good. അങ്ങനെ ഒരു വലിയ ഗുഡ് പറയുന്നില്ല, so far so good. പിന്നെ പറയാം മേ ബാ സൂപ്പർ bien. മേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രോണൗൺ മേ. ബാ ഇറ്റ് ഈസ് ഗോയിങ്. സൂപ്പർ bien, സൂപ്പർ ഇംഗ്ലീഷിൽ സൂപ്പർ തന്നെ. ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഐ ആം ഡൂയിങ് ഗ്രേറ്റ്. മേ ബാ സൂപ്പർ bien. മേ ബാ ഇറ്റ് ഈസ് ഗോയിങ് സൂപ്പർ bien. അങ്ങനെയും പറയാം. എന്നാൽ ഇതെല്ലാം കഴിയുമ്പോൾ അങ്ങോട്ട് ചോദിക്കാം ഇതു ഓർ usted ഓർ അതി, a usted, gracias. അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ todo va bien എന്നോട് പറഞ്ഞത് ഐ കാൺട്ട് കംപ്ലെയിൻ. അങ്ങനെ ചിലർ പറയാറില്ലേ, ഐ എം ഗുഡ് എന്നൊക്കെ പറയാം. ഐ കാൺ കംപ്ലെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കംപ്ലെയിൻ ചെയ്യണമെന്നല്ല, ഓക്കെ എന്താ പറയുക, ഐ കാൺട്ട്. കാൺട്ട് ഇവിടെ നെഗറ്റീവാണ്. അപ്പം എപ്പോഴും നെഗറ്റീവ് അവർ ആദ്യം ആദ്യം അങ്ങോട്ട് കൊടുക്കും. അപ്പം നോ me puedo quejar. me indirect object pronoun me, ഞാൻ എന്നുള്ളതില്ല. no me puedo. poder എന്ന ഇൻഫിനിറ്റീവ് വെർബിൽ നിന്നാണ്. poder to be able, can എന്നർത്ഥമാണ്. puedo എന്ന് പറഞ്ഞാൽ I can. no me puedo quejar, I cannot. quejar, to complain. ഇത്തിരി പാടാൻ പഠിക്കാം അല്ലേ. അത് പല വെർബുണ്ട്. poder എന്നൊരു ഇൻഫിനിറ്റീവ് വെർബുണ്ട്, quejar എന്നൊരു ഇൻഫിനിറ്റീവ് വെർബുണ്ട്. ഇവിടെ ക്യാൻഡ് എന്താ, ക്യാൻ, പൊതേർ, അതിന് അത് ഐ ആയിട്ട് വന്നപ്പോൾ പോയതോ വന്നു. കംപ്ലൈൻ ജസ്റ്റ് ലൈക്ക് ഇൻഫിനിറ്റീവ് കെഹാർ. നോ മേ പോയതോ കെഹാർ, ഐ കൻ നോട്ട് കംപ്ലൈൻ. പിന്നെ ചിലർ പറയും സെയിം ആസ് ഓൾവേസ്. അവിടെയൊക്കെ ഒരു വലിയ ഗ്രേറ്റ് അല്ല. സെയിം ആസ് ഓൾവേസ്. ഇക്വൽ കെ സിയംബ്രെ. ഇക്വൽ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. കെ സിയംബ്രെ. സിയംബ്രെ എന്ന് വെച്ചാൽ ഓൾവേസ്, സെയിം ആസ് ഓൾവേസ്. പിന്നെ ഗ്രേറ്റ് ആണ് നമുക്ക് ഇങ്ങനെ പറയാം, ബുവേനിസിമോ. അത് ഒത്തിരി ഗ്രേറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ടെറിബിൾ, അതിന് നമുക്ക് മലീസിമോ, ബുവേനേസിമോ, അങ്ങനെ ഗ്രേറ്റിനും ടെറിബിളിനും പറയാം. പിന്നെ നോട്ട് വെരി വെൽ. നോട്ട് വെരി വെൽ. അപ്പോൾ ആദ്യം നോ കൊടുക്കണം. നോ വെരി, muy bien. no muy bien. നോ ഇല്ലെങ്കിൽ muy bien, ഗുഡ്, വെരി ഗുഡ്. അവിടെ ഒരു നോ വന്നപ്പോൾ നോട്ട് വെരി വെൽ. പിന്നെ മസ് ഓ മേനോസ്. മസ് ഓർ മേനോസ്, അപ്പ് ആൻഡ് ഡൗൺ. സോ വലിയ കൂടുതലും ഇല്ല, വലിയ കുറവുമില്ല. ലൈഫ് ഇങ്ങനെ ഇങ്ങനെ എന്തോ ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഗ്രേറ്റും അല്ല ബാഡും അല്ല. മസ് ഓ മേനോസ്. മസ് കൂടുതൽ എന്നാണ്, മസ് മോർ. മേനോസ് കുറവ്. മാസ് എന്തെങ്കിലും ഉണ്ട്, ഓർ അല്ല ഓർ എന്നാ അതിൻ്റെ അർത്ഥം. ഗുഡ് ഓർ ബാഡ്. സോ അപ്പോൾ ഇന്ന് നിങ്ങൾ പഠിച്ചത് ഹൗ ആർ യു. അതെങ്ങനെ ഇൻഫോർമൽ, പല ഇൻഫോർമലിൽ എങ്ങനെ ചോദിക്കാം, ഫോർമൽ എങ്ങനെ ചോദിക്കാം, അതിൻ്റെ ആൻസർ എങ്ങനെ പല രീതിയിൽ പറയാം. സാധാരണ നമ്മൾ പറഞ്ഞാൽ estoy bien, gracias,
നമ്മൾക്കൊരു നല്ല നിലയിൽ പോകുന്നില്ലെങ്കിൽ തന്നെ ഒരു നോർമൽ എല്ലാവരും ഇങ്ങനെ അടിച്ചു വിട്ട് കൊടുക്കുന്നത് എന്താണ് എസ്തോയ് ബിയൻ ഗ്രാസിയസ് ഐ ആം ഗുഡ് താങ്ക് യു ഇതു. അപ്പോൾ ഞാൻ ചോദിക്കുന്നു നിങ്ങളോട് കൊമോ എസ്താ ഉസ്തേഡ്. നിങ്ങൾ ഇത്രയും എല്ലാവരും ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ എസ്തായും അല്ല എസ്താസും അല്ല, ഞാൻ എഴുതിയിട്ടില്ല, അത് പ്ലൂറലാണ്. യു ആൾ ആർ ഉസ്തേദസ് ആണ്. അവിടെ കൊമോ എസ്താൻ ഉസ്തേദസ് പ്ലൂറലാക്കണം. എസ്തോയി എന്നുള്ള ആ എസ്തായിനെ പ്ലൂറലിലേക്ക് കൊണ്ടുവരണം. കൊമോ എസ്താൻ ഉസ്തേദസ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദ ഓൾ യു ആൾ ഹൗ ആർ യു. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഹൗ ആർ യു പല രീതിയിൽ ചോദിക്കുന്നു, അതിൻ്റെ ആൻസർ പല രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ് ദിസ് ക്ലാസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. See you later. Hasta luego. Hasta pronto. Adiós. Bye.